അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് 22, 23, 24 സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാ ഖദരിൻ, ഒരു അവധി വരെ, മഅ്ലൂം, നിശ്ചയിക്കപ്പെട്ട, ഫഖദർന, അങ്ങനെ നാം കൃത്യമായി നിർണയിച്ചിരിക്കുന്നു, ഫനിഅ്മൽ ഖാദിറൂൻ, നാം എത്ര നല്ല നിർണയക്കാരൻ. വൈലുൻ യൗമ ഇദില്ലിൽ മുക്കദ്ദിബീൻ, സത്യനിഷേധികൾക്കല്ലോ അന്ന് കൊടിയ നാശം. ഒരു നിശ്ചിത അവധി വരെ അങ്ങനെ നാം എല്ലാം കൃത്യമായി നിർണയിച്ചു, നാം എത്ര നല്ല നിർണയക്കാരൻ. അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. മനുഷ്യന്റെ സൃഷ്ടിപ്പിന് നിദാനമായ ജലകണികയെ സുരക്ഷിതമായ ഒരിടത്ത് സൂക്ഷിച്ചതിനെ കുറിച്ചാണ് മുൻ സൂക്തത്തിൽ പരാമർശിച്ചത്. ഇവിടെ അള്ളാഹു പറയുന്നത് ഇലാ ഖദരിൻ മഅലൂം, നിശ്ചയിക്കപ്പെട്ട ഒരു അവധി വരെ അവിടെ അള്ളാഹു അതിനെ സൂക്ഷിക്കും എന്നാണ്. അങ്ങനെ സൂക്ഷിക്കണം എന്ന് നിശ്ചയിച്ചത് അള്ളാഹുവാണ്. അതിൻ്റെ ഓരോ വളർച്ചാ ഘട്ടങ്ങളെയും നിശ്ചയിച്ചത് അള്ളാഹുവാണ്. അവൻ നിശ്ചയിച്ച അവധി വരെ ആ ഖറാറിൽ, സുരക്ഷിതമായ സങ്കേതത്തിൽ, ഗർഭപാത്രത്തിൽ ഈ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കും. അണ്ഡത്തിലേക്കുള്ള ബീജത്തിൻ്റെ പ്രവേശനം മുതലാണ് കുഞ്ഞിൻ്റെ വളർച്ച ആരംഭിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ അത് ഭ്രൂണമായി കഴിയും. മറ്റു ബീജങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ ഉടൻ തന്നെ ഭ്രൂണത്തിൻ്റെ പുറത്ത് ഒരാവരണം വന്നിട്ടുണ്ടാകും. ഈ സമയത്തിനകം തന്നെ കുഞ്ഞിൻ്റെ ജനിതക പ്രത്യേകതകളും തീരുമാനിക്കപ്പെടും. ഇതെല്ലാം നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കുഞ്ഞിൻ്റെ വളർച്ച ആരംഭിക്കുകയായി. ആദ്യത്തെ 4 ആഴ്ചയിൽ കുട്ടിയുടെ വിവിധ ഭാഗങ്ങൾ വളരാൻ തുടങ്ങും. തലയുടെയും നെഞ്ചിൻ്റെയും അടിവയറിൻ്റെയും ഭാഗങ്ങളാണ് ആദ്യഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുക. കൈകാലുകളുടെ ഭാഗത്ത് ചെറിയ ബഡ്സ് പോലെ തോന്നിക്കുന്നതാണ് ഈ സമയത്തെ വളർച്ചയിൽ കാണുക. പിന്നീട് 8ാമത്തെ ആഴ്ചയിൽ 1.5 ഇഞ്ച് കുട്ടിക്ക് വലിപ്പമുണ്ടാകും. കണ്ണുകളും കൺപോളകളും മൂക്കിൻ്റെ ഭാഗങ്ങളും അടക്കം മുഖവളർച്ച ഈ മാസത്തിൽ ഉണ്ടാകുന്നു. കൈകാലുകളുടെ വളർച്ചയും വ്യക്തമായി തുടങ്ങും. നഖങ്ങൾ വളരാൻ ആരംഭിക്കുന്നതും ഈ സമയത്താണ്. 12ാമത്തെ ആഴ്ച എത്തുമ്പോഴേക്കും കുട്ടി 2 ഇഞ്ചോളം വളർന്നിട്ടുണ്ടാകും. ഗർഭപാത്രത്തിലൂടെ സ്വയം നീന്തിത്തുടിക്കാനുള്ള കഴിവും ഈ സമയത്താണ് കുട്ടിക്ക് ലഭിക്കുക. വിരലുകളുടെയും നഖങ്ങളുടെയും വളർച്ച ഈ സമയത്ത് പ്രത്യക്ഷമാകും. കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് മാതാവിന് അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും. അവിടെ നിന്ന് അങ്ങോട്ട് 16ാമത്തെ ആഴ്ചയിലെത്തുമ്പോൾ കുട്ടിക്ക് 4 ഇഞ്ച് വലിപ്പമുണ്ടാകുന്നു. കണ്ണുകൾ ചിമ്മി തുറക്കുന്നു. ഹൃദയമിടിപ്പ് ശരിയായ അവസ്ഥയിലെത്തുന്നു. മുഖത്തിൻ്റെയും കൈകാലുകളുടെയും നഖങ്ങളുടെയും വ്യക്തമായ വളർച്ച ഉണ്ടാകുന്നു. 20ാമത്തെ ആഴ്ചയിൽ കുഞ്ഞ് തൻ്റെ ഗർഭപാത്രത്തിലൂടെ നീങ്ങുന്നത് മാതാവിന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കുഞ്ഞ് തൻ്റെ കൈവിരലുകൾ വായിലിട്ട് നുണയാൻ തുടങ്ങുന്നതും ഈ സമയത്താണ്. 24ാമത്തെ ആഴ്ചയിൽ 600 ഗ്രാമിലധികം തൂക്കം വരികയും ശബ്ദങ്ങളോട് പ്രതികരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. 28ാമത്തെ ആഴ്ചയിലെത്തുമ്പോഴേക്കും 1 കിലോ വരെ കുഞ്ഞിന് വളർച്ചയുണ്ടാകുന്നു. 32ാമത്തെ ആഴ്ചയിൽ അത് 1.5 കിലോ ആകും. കുഞ്ഞ് ഭൂമിയിലേക്ക് വരാനൊരുങ്ങുന്ന 36ാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും 2.5 കിലോയോളം കുഞ്ഞിന് തൂക്കം വരികയും പുറത്തേക്ക് വരാൻ തൻ്റെ ശിരസ് തയ്യാറാക്കി വെച്ചിരിക്കുകയും ചെയ്യും. ഒരാഴ്ച കഴിയുമ്പോൾ 37ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിൻ്റെ എല്ലാ അവയവങ്ങളും പൂർണ്ണ വളർച്ചയിൽ എത്തുന്നു. 40-42 ആഴ്ചക്കുള്ളിൽ സാധാരണഗതിയിൽ കുഞ്ഞ് ജന്മമെടുക്കുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം, ഇവിടെ പറയപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം ഈ രൂപത്തിൽ കുഞ്ഞ് കടന്നു പോകണമെന്ന് നിശ്ചയിച്ചതെല്ലാം പടച്ചവനാണ്. ഫഖദർന, നാം ആണ് കണക്കാക്കിയത്. ഫനിഅമൽ ഖാദിറൂൻ, എത്ര നന്നായി കണക്കാക്കുന്നവനാണ്, എത്ര ശക്തനാണ് നാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം 3ാമതും ഈ അധ്യായത്തിൽ വൈലു യൗമഇദില്ലിൽ മുക്കദ്ദിബീൻ എന്ന സൂക്തം ആവർത്തിച്ചിരിക്കുന്നു. മരണാനന്തര ജീവിതത്തിന് മനുഷ്യ സൃഷ്ടിപ്പിൽ തന്നെ തന്നിട്ടുള്ള തെളിവുകളെ നിഷേധിക്കുന്നവർക്ക് സർവനാശം എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 3 അക്ഷരങ്ങൾ
ശ്രദ്ധയോടെ ഉച്ചരിക്കുക. ذال عين قاف കദരിമ്മ അവിടെയും വൈലുയ്യ അവിടെയും കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക. തൻവീന് ശേഷം ഒരിടത്ത് മീമും ഒരിടത്ത് യാവും വന്നിരിക്കുന്നു. ഇദ്ഗാം ബിഗുന്ന. യൗമ ഇതില്ലിൽ തൻവീന് ശേഷം ലാമ് വന്നിരിക്കുന്നു. കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതുക. ഇദ്ഗാം ബില ഗുന്ന. إلى قدر معلوم فقدرنا فنعم القادرون ويل يومئذ للمكذبين. നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.